ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മോഹൻലാലിന്റെ ഒരു പരസ്യവാചകമാണ്, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാണ് എന്നുള്ളത്. കാരണം ഇന്ന് സ്വർണത്തിന്റെ വില ഒരു പവന് 85,000 രൂപയ്ക്ക് മുകളിൽ കടന്നിട്ടുണ്ട് എന്നുള്ളതാണൊരു വസ്തുത. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ദാരിദ്ര്യവും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സ്വർണ്ണക്കടകളിലേക്ക് നോക്കുമ്പോൾ അവിടെ മുഴുവൻ തിരക്കാണ്. ഇപ്പൊ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നമ്മൾ ഏത് സ്വർണ്ണക്കടയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും എല്ലാ സ്വർണ്ണക്കടകളിലും തിരക്കാണ്. ഈ ആളുകൾ ഇത്രമാത്രം പൈസ എവിടുന്ന് കിട്ടുന്നു എന്ന് വരെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും സ്വർണം വാങ്ങുന്നതിൽ യാതൊരുവിധ കുറവും വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ഈ ചില ആളുകൾ റോൾഡ് ഗോൾഡ് ഇട്ടുകൊണ്ട് വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് പോവാറുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിച്ച് മോഷണം നടത്തുന്ന ആളുകളും ഉണ്ട്. കാരണം ഈ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ളൊരു ദാരിദ്ര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സംസ്ഥാനത്തുള്ള കള്ളന്മാർ മാത്രം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോ ക്രൂവ സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പോലീസ് ഇതിൽ നിഷ്ക്രിയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിനും ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ഇപ്പൊ വീട്ടിൽ സ്വർണം വെക്കേണ്ട സാഹചര്യങ്ങളില്ല. ബാങ്ക് ലോക്കർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ബാങ്കിലൊക്കെ വേണമെങ്കിൽ സ്വർണം സൂക്ഷിക്കാവുന്നതാണ്. കുറഞ്ഞ പലിശയ്ക്ക് നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ ഒരുപാട് ലോണുകൾ കൊടുക്കുന്നുണ്ട്. കർഷകരുടെയൊക്കെ ഒരുപാട് ലോണുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ മറ്റു ലോണുകളൊക്കെ എടുക്കുന്നതിന് പകരമായിട്ട് ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത് ലോൺ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പലപ്പോഴും വീട്ടിൽ സ്വർണം വെച്ചിട്ട് 10-15% പലിശയ്ക്കൊക്കെ ലോൺ എടുക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സ്വർണ്ണം ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നൊക്കെ വളരെ നിസ്സാര പലിശയ്ക്ക് നമുക്ക് ലോൺ ലഭ്യമാണ്. അതൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുന്നതാണ്. പക്ഷെ ആളുകൾക്ക് പലരും ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. അവർക്ക് സ്വർണം വീട്ടിൽ തന്നെ വെച്ചാലേ ഒരു മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ തന്നെ പലരും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതല്ല. കാരണം ദാരിദ്ര്യം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ ലോൺ, എല്ലാവർക്കും ലോണുണ്ട്. ബാങ്കിൽ നിന്ന് ലോണിന് നോട്ടീസ് വരാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പൊ ആരെ കൊന്നിട്ടാണെങ്കിലും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പിന്നെ ഡ്രഗ്സിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് മോഷണം പെരുകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആളുകൾ കുറച്ചുകൂടിയൊക്കെ ഇങ്ങനെയുള്ള പ്രദർശനങ്ങൾക്ക് പോകുന്ന അതായത് സ്വർണം ഇട്ടുകൊണ്ട് പൊതുപരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ആളുകൾ നോട്ട് ചെയ്യും. അത് പിന്നീട് അത് കുടുംബത്തിലേക്ക് താണ് ഇതൊക്കെ സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കവർച്ച ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. ട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അത് ഒരു മെല്ലപ്പോക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും കൂടെ അക്കാര്യങ്ങളും കൂടെ ഇനിയും സ്ട്രോങ് ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് സ്വർണ്ണവില ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയും നൈറ്റ് പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം പോലീസ് പെട്രോളിംഗ് ഇപ്പൊ തന്നെ നിലവിലുണ്ട്. പക്ഷെ അത് കൂടാണ്ട് കുറച്ചുകൂടി കാര്യക്ഷമമായ പോലീസ് പെട്രോളിംഗും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ എന്താ വെച്ചാൽ ഇപ്പോ നമ്മുടെ ഏത് റോഡിലും CCTV, ഏത് വീടിന് മുമ്പിലും CCTV ഉണ്ട്. ഒരു വീട്ടിൽ CCTV ഇല്ലെങ്കിൽ തൊട്ട് 1-2 വീടിനപ്പുറത്തൊക്കെ, അതായത് 3 വീടെടുത്ത് കഴിഞ്ഞാൽ അത് ആ ഒരു വീട്ടിൽ CCTV ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ കള്ളനെ പിടിക്കുക എന്ന് പറയുന്ന അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കള്ളന്മാരെ പിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പോലീസിന്റെ കയ്യിൽ ടെക്നോളജി അതിനനുസരിച്ചിട്ട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ പോലീസ് കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്തെങ്കിൽ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.